ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിലാണ് പ്രകടന പത്രിക. സിബി ജോസഫ് ചേരുകയാണ്. സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. സിഐയിലടക്കം പ്രതിഷേധം കടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ പ്രധാനമായും പറയുന്നത്? അതിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിലൂന്നിയാണ് ഈ ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും പ്രകടന പത്രിക ഇന്നിപ്പോൾ ബി.ജെ.പി. പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായി നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു മൂന്നാം ഊഴം ലക്ഷ്യമിട്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഒരു പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഈ RSSന്റെ അജണ്ടയായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ ഇവ രാജ്യത്ത് നടപ്പാക്കുമെന്ന് ഇവർ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കും, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും. അത് രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയാണെന്നും നരേന്ദ്രമോദി അവകാശപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതും ആർട്ടിക്കിൾ 370 കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയല്ലാതിനെയും വളരെ വലിയ ഭരണ നേട്ടമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടി കൂടുതൽ വികസനം ഉണ്ടാകും, ലോകമാകെ രാമായണ മാസങ്ങൾ ആചരിക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചില വർഗീയമായ ചില കാര്യങ്ങൾ മാത്രമല്ല, ഈ RSSന്റെ അജണ്ടകളാണ് പ്രധാനമായും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമുക്ക് പ്രതിഫലിക്കാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില അടിസ്ഥാന സൗകര്യത്തിന് വികസനത്തിനെല്ലാതിനെയും ഊന്നൽ നൽകുമെന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ധനവില കുറയ്ക്കുമെന്ന മോദി വീണ്ടും ഗ്യാരണ്ടി നൽകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, 2014 അധികാരത്തിലേറുമ്പോൾ 50 രൂപയ്ക്ക് താഴേക്ക് ഇന്ധനവില കുറയ്ക്കുമെന്നായിരുന്നു മോദിയുടെ വലിയ ആഹ്വാനം. പക്ഷേ ഇപ്പോൾ 10 വർഷം പിന്നിട്ടും ഇന്ധനവില ഇപ്പോൾ 100 കിടന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇനി വീണ്ടും ഇന്ധനവില കുറയ്ക്കുമെന്നൊരു ഇത്തരത്തിലൊരു ഗ്യാരണ്ടി മോദി നൽകുന്നത്. കൂടാതെ വൈദ്യുതിയുടെ ചാർജ് കുറയ്ക്കും, അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് 0 മാറ്റുമെന്നും മോദി അവകാശപ്പെടുന്നു. അത് സോളാർ പാനൽ എന്ന നിലയും വികസിപ്പിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി വൈദ്യുതി ചാർജ് 0 ശ്രമിക്കുമെന്നുള്ള നിലയും മോദി ചില മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു. അങ്ങനെ മറ്റൊന്ന്, ഈ ദരിദ്രർക്കും കർഷകർക്കും കൂടാതെ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഈ ഒരു ഇത്തരത്തിലൊരു പ്രകടന പത്രിക എന്നുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടിയായി പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ നിലവിലുള്ള സർക്കാരിൻ്റെ ചില പദ്ധതികളുടെ ഒരു തുടർ പദ്ധതികൾ എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. പുതിയൊരു പദ്ധതിയോ അല്ലെങ്കിൽ പുതിയൊരു പ്രഖ്യാപനമോ ഒരു വീക്ഷണമോ ഈ ഒരു പ്രകടന പത്രിക ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് RSS അജണ്ടകൾ വീണ്ടും ആവർത്തിക്കുന്ന ചില മോദിയുടെ ചില ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും ഏകീകൃത സിവിൽ കോഡും, അതുകൂടാതെ നിലവിൽ സർക്കാരിൻ്റെ ചില പദ്ധതികൾ, അത് ആയുഷ് ഭാരത് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ആത്മനിർഭരായാലും അങ്ങനെയുള്ള ചില പദ്ധതികളുടെ ചില തുടർ വികസന പദ്ധതികൾ ഉണ്ടാകുമെന്നുള്ളൊരു ഗ്യാരണ്ടി മാത്രമാണ് ഈ ഒരു പ്രകടന പത്രികയിൽ പൊതുവെ പ്രതിഫലിക്കുന്നത്. ശരി, സിബി ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.